ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പാചക ക്ലാസ്സിൽ പോയ 5ാമത്തെ ദിവസം ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരത്തില്ല, കാരണം എനിക്ക് അറിയത്തില്ല. ഓടി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റ് കണക്കോ കാര്യങ്ങളോ ഒന്നും ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്മിത മിസ് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ, നോട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ആ നോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ തൽക്കാലം പറഞ്ഞു തരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാകും എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ തപ്പിപ്പിടിച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയാൽ മതി. കാരണം പറഞ്ഞു തന്ന് വെറുതെ തെറ്റിക്കുന്നത് എന്തിനാ. അപ്പോൾ ഇതിപ്പം അരിപ്പൊടിയാണ് കേട്ടോ അരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് എടുത്ത് കൊടുത്തത് പഞ്ചസാരയായിരുന്നു കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അത്ര തന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക ചെയ്യുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അളവിലാണ് എടുക്കുന്നതെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കേക്ക് ഉണ്ടാക്കി നോക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഉണ്ട്. അപ്പം അത് ആദ്യം ഏതാ ഇട്ടത്, അത് കഴിഞ്ഞിട്ട് ഏതാ ഇട്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേട്ടോ എടുക്കാൻ. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചത്. യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണാനുള്ള ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പം നേരിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടേൻ്റെ സ്മെല്ല് അറിയാണ്ടിരിക്കാനൊക്കെയാണ് ഈ വാനില എസൻസ്, പിന്നെ ഒരു ഫ്ലേവറിനും കൂടി കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീറ്റർ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ പറഞ്ഞു തരുമെങ്കിലും നമുക്ക് നേരിട്ട് കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര കുറേശ്ശെ പൊടിച്ചതിട്ട് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കട്ടിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കെല്ലാം ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് ഡയറക്റ്റുള്ള വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഓരോ കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ വോയിസ് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാട്ടോ ആ ടൈമിലുള്ള വോയിസൊന്നും കൊടുക്കാത്തത്. അപ്പോൾ ഒരുപാട് പേര് ചുറ്റും നിൽപ്പുണ്ടാകും. അവരവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ കാര്യങ്ങളും പിന്നെ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ആ വോയിസൊന്നും കൊടുക്കാത്തത്. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പഞ്ചസാരപ്പൊടികൾ ഇങ്ങനെ പറന്ന് പോകുന്ന കേട്ടോ കണ്ടത്. പാചക ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി പാചകം പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിനെക്കുറിച്ചും ഒരു ചെറിയൊരു ധാരണ കിട്ടുമല്ലോ. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്. അപ്പം എല്ലാവരുടെയും കൂടെ ഇറങ്ങി എന്താ പറയുക നമ്മളൊരു ട്രിപ്പ് പോകുന്ന മൂഡിൽ പോയതാണ് കേട്ടോ. ട്രിപ്പ് പോകുന്നത് പോലെ കണക്കാക്കി അങ്ങനെ എൻജോയ്മെൻറ്റ് ഉദ്ദേശിച്ച് പോയതാണ് കേട്ടോ. പക്ഷെ നല്ല നല്ല അറിവുകൾ മാത്രമല്ല, നല്ല നല്ല ഫ്രണ്ട്സിനെയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ രീതിയിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് ഈ ക്ലാസ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ പാചകം പഠിക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ ഐറ്റംസൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മസാലകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, സ്ക്വാഷുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇനിയും ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുമുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മുറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത്യാവശ്യം നല്ല കേക്കായിരുന്നു. പക്ഷേ കേക്ക് ഉണ്ടാക്കാൻ എന്താ പറയുക അത്രയും നന്നായിട്ട് അറിയാവുന്നവർ പറഞ്ഞത് കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ. അവർക്ക് അതിൻ്റെ കറക്റ്റ് ഘടനയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അപ്പം കേക്ക് ഉണ്ടാക്കാത്ത എന്നെ സംബന്ധിച്ച് നല്ല അടിപൊളി കേക്കായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. സ്പഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, സ്പഞ്ച് ചെറിയ രീതിയിൽ പൊട്ടി പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ സാധാരണ ഉണ്ടാക്കുമ്പം അങ്ങനെ പൊട്ടി പോകത്തൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കേക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കേക്കിന് ഇളക്കുമ്പോൾ ഇതുപോലെ ക്ലോക്ക് വൈസിൽ വന്നിട്ട് നടുക്കൂടി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇളക്കുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ പഠിച്ചത്. ഇതുപോലെയാണ് കേക്കിന് നമ്മൾ ഇളക്കുമ്പോൾ
മാവ് റെഡിയാക്കുമ്പോൾ ഇതാക്കി എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും നല്ല ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഓവൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കുക്കറിൽ തന്നെ വെക്കാമെന്ന് പറഞ്ഞ് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കേക്ക്. കുക്കറിൽ വെക്കാനും തിരിച്ചെടുക്കാനും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കാനും നമുക്ക് എളുപ്പമാണ്. കുക്കറിൽ ഏകദേശം 45 to 50 മിനിറ്റാണ് കേക്കിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ലോ ഫ്ലെയിം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മീഡിയം അല്ല, ലോ ഫ്ലെയിം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കേക്ക് കുക്കറിൽ ഇതുപോലെ ഇറക്കാൻ നേരത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് ഇച്ചിരി ചെരിഞ്ഞ കേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അരികും മൂലയൊന്നും ചെത്തി വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. 3ആയിട്ട് അതുപോലെ മുറിച്ചെടുത്തു. അതിനുശേഷം ഷുഗർ സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്തായിരുന്നു? വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് പാത്രം കമഴ്ത്തി പിടിക്കുമ്പം വിട്ടു പോരാത്ത വിധത്തിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ പരുവം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇടയ്ക്ക് എപ്പോഴും അങ്ങോട്ട് കാണിച്ച് തരുന്നുണ്ട്, പാത്രം കമഴ്ത്തി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, അതാ കാണിച്ചു തരുന്നു. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ കേക്കിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെറിയോ ഏത് വേണമെങ്കിലും, നോർമൽ ഷുഗർ സിറപ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ചെറീൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രീം തേച്ച് കൊടുക്കുമല്ലേ, മറന്നു പോയിട്ടോ, കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്പഞ്ചിലേക്കും ഷുഗർ സിറപ്പ് ആദ്യം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഓരോ സ്പഞ്ചിലേക്കും പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ക്രീമൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നത്. ക്രീമെല്ലാം ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കത്തി കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവർ മാക്സിമം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മറ്റേ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അത് ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വരുവാണ് ചെയ്തത്. അപ്പം കേക്കിന് അതിൻ്റേതായൊരു ചെറിയ ഭംഗി കുറവുണ്ടെന്ന് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്ര ഭംഗി കുറവൊന്നുമില്ല, പറ്റുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടൊന്നും ഇല്ലല്ലോ, അല്ലാണ്ട് തന്നെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചേർത്ത് നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റിലാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അത് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ബദാമിൻ്റെ എന്തോ കളറോ എന്തോ കണ്ടാണ്, ഫുഡ് കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. ബദാം എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം യെല്ലോ കളറാണ് കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് നമുക്ക് ആ കളറ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളറ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് മിസ് ഒറ്റയ്ക്കല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഉണ്ടാക്കാൻ വേറെ 2 പേർക്കും കൂടി അറിയായിരുന്നു. അപ്പോൾ അവരും ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അവർ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബോർഡിലേക്ക് ആദ്യം കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. അത് നമ്മുടെ സ്പഞ്ച് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പഞ്ച് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. അതുകൊണ്ടോ ആ സ്പഞ്ച് ചെറുതായിട്ട് കീറി വന്നിട്ടില്ലേ, പൊട്ടി വന്നിട്ടില്ലേ, അങ്ങനെ വരില്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്, നല്ല സ്പഞ്ചാണെങ്കിൽ. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ക്രീം തേച്ച് കൊടുക്കുവാണ് കേട്ടോ. ഫുള്ളായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷെ അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. തേച്ച് പിടിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊക്കെ എന്ത് എന്നുള്ളൊരിതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെയൊക്കെ എത്തണമല്ലോ, സൈഡിലും എല്ലാം കറക്റ്റായിട്ട് എത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസൊക്കെ വേണം. എന്തായാലും
അവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എടുത്ത ചെറീൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചോക്ലേറ്റിൻ്റെ പീസുകളോ അല്ലെങ്കിൽ കശുവണ്ടീൻ്റെ പീസുകളോ ഒക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ചെറീൻ്റെ പീസുകളുണ്ടായിരുന്നു, അപ്പോൾ അതാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഓരോ ലെയർ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ക്രീം തേക്കുന്നു. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറീസിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അടുത്ത സ്പഞ്ച് വെക്കുന്നു, വീണ്ടും ക്രീം തേക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ആണ് കേട്ടോ. അപ്പം ചെറിയ രീതിയിലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്ന് അത് കുക്കറിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്നു ലേശം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഒന്ന് ജസ്റ്റ് കരിഞ്ഞ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വീണ്ടും നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, എന്നാൽ ഒരുപാട് മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. മൊത്തം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഫുള്ളും മുകളിലും സൈഡിലും എല്ലാം ക്രീം തേച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന ലോങ് വീഡിയോസ് കാണാൻ പറ്റത്തില്ല, മടുപ്പാകും. പക്ഷേ ഷോർട്ട് വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് നല്ല രസമല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. അപ്പം നേരിട്ട് കാണാൻ അവസരം കിട്ടുമ്പോൾ പിന്നെ വെറുതെ വിടുമോ, ഞാനും അടുത്ത് നിന്ന് തന്നെ കണ്ടു കേട്ടോ. കേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കുന്നത് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിലോ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത് കണ്ടോ, അതിലിങ്ങനെ പത പോലെ അല്ലെങ്കിൽ തരിതരി പോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ഒരു ഫിനിഷിങ് വരാത്ത പോലെ നിൽക്കുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഫിനിഷ് വന്നിട്ടുണ്ടായിരുന്നേനെ. അപ്പം അതിന് പറ്റിയത് നമുക്ക് ലെവലാക്കാനുള്ള കത്തിയോ മറ്റ് സാധനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാറി മറിച്ചൊക്കെ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. കയ്യിൽ എല്ലാ സാധനങ്ങളും ഇല്ലാത്തതിൻ്റെ പരിമിതികളാണ് ആ കേക്കിൻ്റെ ഭംഗിക്കുറവെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ കേക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. ഇഷ്ടമായ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണേ. പിന്നെ ഇതുവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ വരുന്നേ, എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കണം. അപ്പം ഞാനൊരു കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അറിയത്തില്ല. യൂട്യൂബൊക്കെ നോക്കിയായിരിക്കും എന്തായാലും ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം അതും എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഇടുവാണെങ്കിൽ. അപ്പം ഈ കേക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് പറ കേട്ടോ. അതുകൊണ്ടോ ബീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പ്രശ്നം, ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പോയതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കേക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഞങ്ങളുടെ കേക്ക് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് മുറിച്ച് തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഇഷ്ടമായോ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. കൂടുതൽ നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.